റോസ് എന്നാൽ വാത്സല്യം. ഇളം ചുവന്ന നിറം. പിങ്ക് റോസ്. നിങ്ങളുടെ ഹൃദയമിടിപ്പ്, നാഡീമിടിപ്പ് ഒക്കെ കുറച്ച് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു, അല്ലേ? ഇന്ന് രാവിലെ 7 മണിക്ക് റോഡിൽ കണ്ടൊരു കാഴ്ച. ഏതാണ്ടൊരു 13-14 വയസ്സ് തോന്നിക്കും യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടി തൻ്റെ അച്ഛനായിരിക്കണം ബൈക്ക് ഓടിച്ചത്. അതിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് തൻ്റെ നോട്ട്ബുക്കിൽ എന്തൊക്കെയോ കുറിച്ച് വെച്ച കാര്യങ്ങൾ വീണ്ടും മെമ്മറൈസ് ചെയ്യാൻ കിടന്ന് പാടുപെടുകയാണ്. വെപ്രാളം കാണിക്കുക, തിടുക്കം വയ്ക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കുട്ടി തലേന്ന് വീട്ടിൽ ചെയ്തത്? ഈ അവസാന നിമിഷം റോഡിൽ ബൈക്കിലിരുന്ന് ആണോ ഈ ബഹളം മനസ്സിന് കാണിക്കേണ്ടത്? എന്തുകൊണ്ട് നേരത്തെ അന്നെന്നുള്ളത് അപ്പോഴപ്പോഴുള്ളത് പഠിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്തില്ല? ഒരുപക്ഷെ ഈ കുട്ടിക്ക് മറന്നു പോകും എന്നൊരു പേടിയുണ്ടോ? ഓർക്കാൻ പരീക്ഷയ്ക്ക് സമയത്ത് മനസ്സിൽ ഓർമ്മയിൽ വരില്ല എന്നൊരു ഭീതി ഉണ്ടോ? എന്തായാലും ഇങ്ങനെയാണ് ഇന്ന് കുട്ടികളുടെ പഠനത്തോടുള്ള സമീപനം. പഠനത്തെ, പഠിക്കുന്ന വിഷയങ്ങളെ പാഠ്യ വിഷയങ്ങളിൽ സ്നേഹം, വാത്സല്യം അല്ലേ വേണ്ടത്? സ്കൂള് വിദ്യാഭ്യാസം എന്നത് ശാന്തമായ സമീപനമല്ലേ ഉണ്ടായിരിക്കേണ്ടത്? എങ്കിൽ ഇന്ന് മിക്ക കുട്ടികൾക്കും മാനസികമായിട്ട് മനസ്സിനുണ്ടാക്കുന്നൊരു പേക്കിനാവാണ് ഭയം ഉളവാക്കുന്നതായിട്ടുള്ള ഓർമ്മകളാക്കി മാറ്റുകയാണ് ഇന്നേ പഠനം. ഇത്രയും സ്ട്രെസ് എന്തിനാണ് കുട്ടികൾക്ക്? എന്തായാലും കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മനസ്സ് ശാന്തമാക്കാനും പഠനത്തെ സ്നേഹിക്കാനും വാത്സല്യത്തോടു കൂടി സമീപിക്കാനും പഠന വിഷയങ്ങൾ വളരെ സിമ്പിളായിട്ട് ലഘൂകരിച്ച് സ്വായത്തമാക്കാനും ഓർമ്മയെ നിലനിർത്താനും പരീക്ഷാ പേടിയൊക്കെ മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിനാണ് ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ് എൻ്റെ സേവനം നേടേണ്ടത്. ഞാൻ കൊല്ലം മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്ത് വരുന്നത് സൈക്കോളജിസ്റ്റായിട്ട്. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തിലെ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് കോഴ്സ് പ്രയോജനപ്പെടുത്തും. 9605743596. അതുകൊണ്ട് പിൽക്കാലത്ത് ഇന്നേ കുട്ടികൾ വലിയ ആൾക്കാരായി കഴിയുമ്പോൾ ഓർമ്മകൾ, നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ പിങ്ക് മെമ്മറീസ്, നമ്മുടെ ഗൃഹാതുരത്വം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ വളരുന്ന പ്രായം വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് അവർക്ക് ഇത്രയും പിരിമുറുക്കവും ഉത്കണ്ഠയും ആകുലതയും കൊടുത്ത് അവരുടെ ഈ കൗമാരവും ബാല്യകാലവും നശിപ്പിക്കരുത്. പഠിക്കണം, വിദ്യാഭ്യാസം വേണം. അത് സ്നേഹത്തോടെ ശാന്തമായിട്ട് സമീപിക്കുന്ന മനസ്സും കൂടി നേടണം. എങ്കിലേ ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാവുകയുള്ളൂ. വെൽക്കം.